ആദ്യമേ പ്രിപ്പയർ ചെയ്ത് ആദ്യമേ എഴുതുന്നു, കിട്ടുന്നില്ല, വീണ്ടും എഴുതുന്നു. അപ്പോൾ നമ്മളുടെ അറ്റംപ്റ്റ്സിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. എപ്പോഴും നമ്മളൊരു കാര്യം ഓർക്കണം, കിട്ടുന്നവർക്കൊന്നും അവരുടെ ജേണി എളുപ്പമല്ലായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ അറ്റംപ്റ്റ് ഒക്കെ ആയപ്പോൾ തന്നെ ഇതെന്തിനാണ് ഇനി ചെയ്യുന്നത്, ഇതൊക്കെ വളരെ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ളതാണ്. സ്റ്റോപ്പ് ഓൾ ദിസ് പ്രിപ്പറേഷൻ. എൻ്റെ റീസൺസ് വളരെ സ്ട്രോങ് ആയിരുന്നു. ഐ ന്യൂ വൈ ഐ സ്റ്റാർട്ടഡ്. ആരെൻ്റെ മുമ്പിലുണ്ട്, ആരെൻ്റെ പുറകിലാണ് എന്നൊന്നും ഞാൻ നോക്കിയില്ല. നമുക്കൊരു 1000 റീസൺസ് ഉണ്ട് ഗിവ് അപ്പ് ചെയ്യാൻ. ഒരു സെക്കൻഡ് പറഞ്ഞാൽ മതി, എനിക്ക് പറ്റില്ല, എനിക്ക് മതി. നമ്മളുടെ ചെറുപ്പം പോലെയല്ല, ആരും ഒന്നും പറയത്തില്ല മോനെ നീ പഠിക്കൂ, നീ ഇങ്ങനെ ആവ്. ഈ ഒരു ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ട് പൊതുവെ ആൾക്കാർ കാണുന്നുണ്ട്. ഇപ്പോൾ എല്ലാ രീതിയിലും ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരെല്ലാവരും എല്ലാം അച്ചീവ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് കൈയും കാലും ഒക്കെ ഉണ്ട്, കണ്ണും ഒക്കെ നന്നായി കാണാം, ചെവി നന്നായി കേൾക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ സെറ്റ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ട് വരുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു പരിമിതികളും ഇല്ലല്ലോ. 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജനിച്ച കുട്ടികളുടെ കൂടെയൊക്കെ ആയിരുന്നു ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബേർഡൻസ് ഇല്ല, റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആ ഒരു സമയം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ പരിമിതികളെ ഒരു എക്സ്ക്യൂസ് ആയി പറഞ്ഞുകൊണ്ട് ലക്ഷ്യങ്ങളുടെ മാറ്റിവെക്കുക എന്നത് ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ അറ്റ് സം പോയിന്റ് ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ലക്ഷ്യങ്ങൾ ചില കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്നുണ്ടാവും. എന്നാൽ ഫുൾ ടൈം വർക്കിംഗ് ആയി 2 മക്കളുടെ അമ്മയായി നമ്മുടെ പ്രിപ്പറേഷനെ തന്നെ ലിമിറ്റ് ചെയ്തേക്കാവുന്ന ഒരു ഹിയറിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരാൾ ഇതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഒരു പുതിയ പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് 1000ാമത്തെ റാങ്കിൽ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്തിരിക്കുകയാണ്. So we have Nisa ma'am here. Welcome ma'am. Welcome to Amuda IAS. Thank you so much. So മാമിന്റെ ആ ഒരു പ്രിപ്പറേഷൻ ജേർണി ഒന്ന് മാമിന് ബ്രീഫ് ആയിട്ട് പറയാൻ പറ്റുമോ? എല്ലാവർക്കും അറിയാവുന്ന പോലെ എൻ്റെ 7th അറ്റംപ്റ്റ് ആണിത്. ആദ്യത്തെ പ്രാവശ്യമാണ് ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂവും ക്ലിയർ ചെയ്തു. റാങ്ക് 1000 സാറ് പറഞ്ഞതുപോലെ. ഞാൻ ആദ്യമായി സിവിൽ സർവീസ് എഴുതുന്നത് 2011 അത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ പരീക്ഷ എന്നൊന്നറിയാൻ വേണ്ടി പോയി എഴുതിയ പരീക്ഷയാണത്. യാതൊരു പ്രിപ്പറേഷനും ഇല്ല, എന്താണ് സിവിൽ സർവീസസ് എന്നറിയാൻ വേണ്ടി മാത്രം ഒന്ന് എഴുതിയതാണ് 2011 അറ്റംപ്റ്റ്. അങ്ങനെ എൻ്റെ ഒരു അറ്റംപ്റ്റ് വേസ്റ്റായി. പിന്നെ 2019 അതിൽ എൻ്റെ 2ാമത്തെ കുഞ്ഞിൻ്റെ ജനന ശേഷം ആണ് ഞാൻ ഒരു അറ്റംപ്റ്റ് 11 ശേഷം കൊടുക്കുന്നത്. ആ അറ്റംപ്റ്റ് കൊടുക്കാൻ നേരത്ത് ആ ഒരു തീരുമാനത്തിൽ എത്താനായിട്ട് ഞാൻ കുറേ അധികം ചിന്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ ജനനവും. ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് മെറ്റേണിറ്റി ലീവൊക്കെ കിട്ടി. കുഞ്ഞ് ചെറുതായിരിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഇരുന്ന് മൊബൈൽ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കും, യൂട്യൂബ് വീഡിയോസ് കാണും. അങ്ങനെ നോക്കുന്നതിനിടയ്ക്ക് ആണ് ഒരു ഇങ്ങനെ മോട്ടിവേഷണൽ വീഡിയോസ് ഞാൻ കാണാൻ തുടങ്ങിയത്. അപ്പം ഈ മോട്ടിവേഷണൽ വീഡിയോസ് കാണാൻ തുടങ്ങിയപ്പോൾ അതിൽ കുറേയൊക്കെ നിങ്ങൾക്ക് എന്താവണം, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താവണം എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു പല വീഡിയോസ് കാണാൻ തുടങ്ങി. സോ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എനിക്കെന്താവണം. ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്, സോഷ്യലി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ ഉണ്ട്. വാട്ട് ഡു യു വോണ്ട് ടു ബിക്കം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചോദിച്ചു. അപ്പോൾ പണ്ടേ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും പെർസ്യൂ ചെയ്യാൻ ധൈര്യം ഉണ്ടാകാത്ത ഒരു ആഗ്രഹമായിരുന്നു സിവിൽ സർവീസസ് പ്രിപ്പയർ ചെയ്യുക. സോ ആ ഒരു സമയത്ത് എനിക്ക് 30-35 വയസ്സുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ പറഞ്ഞു എനിക്കിത് പെർസ്യൂ ചെയ്താൽ കൊള്ളാം, എനിക്കിത് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ വീട്ടുകാരുടെ ഒക്കെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് ഈ 30-35 വയസ്സായിട്ട് നീ പഠിത്തമൊക്കെ നിർത്തിയതല്ലേ, ഇതിനിപ്പോൾ എങ്ങനെയാ പഠിക്കുന്നത്, അതൊന്നും പറ്റത്തില്ല, ഈ ചെറിയ 2 കുട്ടികളാണുള്ളത്, ഒക്കെ മാനേജ് ചെയ്യാൻ പാടായിരിക്കും, അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കതൊന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ അനുവദിക്കുക, എന്നിട്ട് നമുക്ക് നോക്കാം, എന്നെ ഒന്ന് സമ്മതിക്കൂ കുറച്ചൊന്ന് ചെയ്യാനായിട്ട്, അറ്റ്ലീസ്റ്റ് ഒന്ന് പരീക്ഷ എഴുതി നോക്കാൻ സമ്മതിക്കൂ, തോക്കുവാണെങ്കിൽ നോ പ്രോബ്ലം, കുഴപ്പമില്ല. അങ്ങനെ കുറേയൊക്കെ ഞാൻ കൺവിൻസ് ചെയ്ത് അങ്ങനെ ഞാൻ അറ്റംപ്റ്റ് കൊടുത്തു. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. പക്ഷേ കുഞ്ഞ് തീരെ ചെറുതായിരുന്നു, ഏകദേശം 1 വയസ്സൊക്കെ ഉള്ളൂ അവൾക്ക്. എന്നിട്ട് തിരിച്ചു വരും. അപ്പം എന്താണ് ഇതിൻ്റെ ഐഡിയ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോയി ചെയ്തത്. അങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുത്തു, തോറ്റു. അപ്പോൾ ഈ തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റ് 2023 അറ്റംപ്റ്റ് കുറച്ചൊക്കെ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് കൊടുത്തത്.
പക്ഷെ അത് ഞാൻ തോറ്റുപോയി വീണ്ടും. ഇത്രയൊക്കെ ആയപ്പോൾ ഇതിനു മുന്നേ തന്നെ ഒരു 3rd ഫെയിലിയർ ഒക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്നും പിന്നെ എല്ലാവരും ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് കാണിക്കാൻ എന്തെങ്കിലും വേണം. യു ഹാവ് ടു ക്ലിയർ അറ്റ്ലീസ്റ്റ് പ്രിലിംസ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണിച്ച് ഒരു റിസൾട്ട് കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം കാണും. അവരുടെ സപ്പോർട്ടിന് ഒരു വിലയുണ്ടെന്ന് മനസ്സിലാവും. സോ ഇതൊന്നും കാണിക്കാനില്ല. അപ്പോൾ 3ാമത്തെ അറ്റംപ്റ്റ് ഒക്കെ ആയപ്പോൾ തന്നെ എന്നോട് ഇതെന്തിനാ ഇനി ചെയ്യുന്നത്, ഇതൊക്കെ വളരെ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ളതാണ്, സ്റ്റോപ്പ് ഓൾ ദിസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ റീസൺസ് വളരെ സ്ട്രോങ് ആയിരുന്നു. ഐ ന്യൂ വൈ ഐ സ്റ്റാർട്ടഡ്. സോ ആ റീസൺസ് ഒക്കെ അപ്പോഴും നിലവിലുണ്ട്, അതൊന്നും സോൾവ് ആയിട്ടില്ല. പിന്നെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറയുന്ന പോലെ കാടെന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ ഒരു കാടായിട്ട് തോന്നും, പക്ഷെ അതിലുള്ള ഓരോ മരങ്ങളും ഒറ്റയ്ക്കാണ്. അപ്പോൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ആഗ്രഹങ്ങളാണെങ്കിലും നമ്മളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ വേറെ ആർക്കും നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. സോ എൻ്റെ ആഗ്രഹമാണെന്നത്, അതെനിക്ക് ആരെയും കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത, ഇനിയിപ്പോൾ എൻ്റെ തെറ്റാണോ അല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അത് ഞാൻ പ്രതീക്ഷിക്കാനും പാടില്ല. എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ അതേ തീവ്രതയിൽ മറ്റൊരാൾ മനസ്സിലാക്കുമെന്ന്. അപ്പോൾ ഐ ന്യൂ നോ മാറ്റർ വാട്ട് ഐ ഹാഡ് ടു പെർസ്യൂ ഇറ്റ്. അതിൻ്റെ മുന്നിൽ എൻ്റെ മുന്നിൽ ഒരു എക്സാമ്പിൾ ഉണ്ടോ ഒന്നൊന്നും ഞാൻ നോക്കിയില്ല. ആരെൻ്റെ മുമ്പിലുണ്ട്, ആരെൻ്റെ പുറകിലാണ് എന്നൊന്നും ഞാൻ നോക്കിയില്ല. എനിക്കിത് വേണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അപ്പം അതിന് വരുന്ന ഓരോ കടമ്പകൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്ത് അതിൽ തന്നെ സ്റ്റേ ചെയ്യാൻ ഞാൻ നോക്കി. സോ ആ ഒരു സെൽഫ് അവയർനെസ് ഇത് വേണം. ആൻഡ് ഓൾസോ മാമിന്റെ സ്ട്രെങ്ത്, മാമിന്റെ വീക്ക്നെസ്, അതിനെ പറ്റിയിട്ടുള്ള ഒരു പ്യുവർ ബോധ്യം, അതാണ് മാമിനെ ലീഡ് ചെയ്തത് അല്ലേ? അതെ, എക്സാക്ട്ലി. സോ ഈ ഒരു പ്രിപ്പറേഷന്റെ സമയത്ത് ചില സമയത്തെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടാവും, ഓക്കെ ലെറ്റ്സ് ഗിവ് അപ്പ് എന്നുള്ള ഒരു കാര്യം അല്ലേ? സോ പല ടൈമിലും ആസ്പിറൻസിന് തോന്നുന്നതാണ്. സോ ഈ ഒരു 6 സിവിൽ സർവീസ് പ്രിലിംസ് അറ്റംപ്റ്റ് കിട്ടാതെ ആ ഒരു 7ാമത്തെ അറ്റംപ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഗിവ് അപ്പ് എന്ന് തോന്നുന്ന ആ ഒരു തോന്നലിനെ മാം എങ്ങനെയാണ് ഓവർകം ചെയ്തത്? സാറ് പറഞ്ഞ പോലെ ഈ ഗിവ് അപ്പ് എന്ന് പറയുന്ന തോന്നല് എവറി സെക്കൻഡ് ഡേ നമുക്ക് ഉണ്ടാവുന്നതാണ്. ഒരു സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ഫെയിൽ ചെയ്യുന്ന ഒരു ആസ്പിറന്റിന് ഒരു 2ാമത്തെ ദിവസം നമുക്ക് തോന്നും ഇത് വേണ്ടിയിരുന്നില്ല, നമുക്ക് ഗിവ് അപ്പ് ചെയ്യാം. റിസൾട്ട് വരുന്നതിന് തലേ ദിവസം വരെ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുമായിരുന്നു. ഐ വാസ് ഡിസ്ട്രോട്ട്. എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറയുമെന്നുണ്ടായിരുന്നു, ഞാൻ എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും സമയം ഇതിന് ചിലവാക്കി, ഇത്രയും ഹ്യൂമിലിയേഷൻസ് ഞാൻ സഹിച്ചു, ഇതൊക്കെ എവറിത്തിങ് ഫോർ നത്തിങ് ആയി പോവോ എന്നൊക്കെ. ഞാൻ ഈ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും പേര് വരുമെന്ന് അപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിൽ ഇത്രയും ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തല്ലോ എന്നൊക്കെ വിചാരിച്ച് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് ഈ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം വരെ പറഞ്ഞു, ഐ വോണ്ട് ടു ഗിവ് അപ്പ്, ഐ എം ഡൺ വിത്ത് ദിസ് എന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്നെ സമാധാനിപ്പിച്ചു. പക്ഷെ എന്നാലും സമാധാനിപ്പിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. സോ അത് ഞാൻ മാനേജ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്കൊരു 1000 റീസൺസ് ഉണ്ട് ഗിവ് അപ്പ് ചെയ്യാൻ. ഒരു സെക്കൻഡ് പറഞ്ഞാൽ മതി, എനിക്ക് പറ്റില്ല, എനിക്ക് മതി. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചെറുപ്പം പോലെയല്ല. ആരും ഒന്നും പറയത്തില്ല, മോനെ നീ പഠിക്കൂ, നീ ഇങ്ങനെ ആവ്. ആ ഒരു സപ്പോർട്ട് നമുക്കൊരു ലിമിറ്റഡ് ടൈം പീരീഡിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ പറയുവാണ്, എനിക്ക് വേണ്ട, എനിക്കിത് പറ്റുന്നില്ല. ആരും പറയും നീ എന്തിനാ ഈ ഒരു ഭാരം എടുത്ത് തല വയ്ക്കുന്നത്, യു ലീവ് ഓൾ ദാറ്റ്, യു എൻജോയ് യുവർ ലൈഫ് എന്ന് പറയും. സോ ആ ഒരു ഓപ്ഷൻ എനിക്കുണ്ട്, ദാറ്റ് ഈസ് ഓൾവേസ് അവൈലബിൾ. ബട്ട് ഐ ഹാഡ് ടു സ്റ്റേ ഇൻ കോഴ്സ്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കും. കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്. സോ ജനറലി നമ്മുടെ പാരൻസിൻ്റെയോ സ്പോർട്സിൻ്റെയോ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു കാര്യത്തിൽ പുതുതായിട്ട് വരുന്ന ഒരു ആസ്പിരൻറ്റിൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് മാം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പം എനിക്കൊരു 7 അറ്റംപ്റ്റ് എടുക്കേണ്ടി വന്നു. അതിൻ്റെ പിന്നിൽ എനിക്കൊരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്.
ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ ഒരിക്കലും എനിക്ക് ഇത്രയും അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ പേരൻസ് തന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു, എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തു, എനിക്കൊരു ചെറിയ ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഉണ്ട് എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് നമുക്ക് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ജേണിക്ക്. സോ അത് ദൈവം സഹായിച്ച് എനിക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും എനിക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു 6 അറ്റംപ്റ്റ് കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു. ജനറലി ഇപ്പം മാം 7 പ്രിലിംസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറലി ഇവിടെ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരെങ്കിലും പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട്. ഞങ്ങളത് കാണാറുണ്ട്. സോ അങ്ങനെ പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷനായിട്ട് മാറ്റുന്നതിനെ പറ്റി മാമിന് എന്തെങ്കിലും ഒരു അഡ്വൈസ് ഓർ ഒരു സജഷൻസ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? സർ, ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് ഞാൻ പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. മെയിൻസിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടില്ല. സോ അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മൾ പ്രിലിംസിൽ ഇങ്ങനെ പഠിച്ച് പെട്ടെന്നൊരു ദിവസം പ്രിലിംസ് അങ്ങ് കയറും. പക്ഷെ ആ ഒരു മെയിൻസിന് നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരിക്കത്തില്ല. അതിന് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അവിടെ നമ്മളുടെ ആൻസേഴ്സ് സ്ട്രക്ചർ ചെയ്യാനായിട്ട്, പിന്നെ ആ ടൈമിനുള്ളിൽ നമ്മൾ എഴുതി തീർക്കും, പേപ്പർ ഫിനിഷ് ചെയ്യാനായിട്ടും ഒക്കെ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ആ പ്രാക്ടീസ് എന്നുള്ളത്. സോ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പീഡും സ്ട്രക്ചറിങ്ങും എന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു ഉത്തരം എഴുതുമ്പോഴാണ്, നമ്മളൊരു ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോഴാണ് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് നല്ലതായിട്ട് ക്ലിയർ ആവുക. സോ ആദ്യമേ നമ്മൾ നല്ല ക്ലാരിറ്റിയോട് കൂടി പഠിച്ചു പോകും. ഇപ്പം എത്രയോ മോശമായിക്കോട്ടെ ആ എഴുതുന്ന ഉത്തരം, പക്ഷേ ആ ക്ലാരിറ്റി, ആ കോൺസെപ്റ്റ് നമുക്ക് വളരെ ക്ലിയർ ആവും. നമ്മളൊരു ഒരു 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 എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണെങ്കിലും അത് നമ്മളുടെ സ്വന്തം വേർഡ്സിൽ എഴുതുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ സ്റ്റാർട്ട് യുവർ മെയിൻസ് ആൻസർ റൈറ്റിംഗ് ലൈക്ക് ഇൻ ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്. ഒരു ആഫ്റ്റർ 1 month ഓഫ് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഒരു ആൻസർ റൈറ്റിംഗ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ദെൻ മാം ഒരു ഫുൾ ടൈം വർക്കിംഗ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണ്. ഓഡിറ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ? ഏജീസ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു വർക്ക് പ്ലസ് പ്രിപ്പറേഷൻ ബാലൻസ് അതെങ്ങനെയാണ് മാം? അതൊരു വളരെ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് നമുക്കൊരു ഫുൾ ടൈം എംപ്ലോയി ആയിരിക്കെ പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് കൈൻഡ് ഓഫ് ഒരു ഡിഫിക്കൽട്ട് ആണ്. അറ്റ്ലീസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഓഫ് പ്രിപ്പറേഷൻ അത് കുറച്ചധികം ഡിഫിക്കൽട്ട് ആണ്. ദെൻ സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ മേ ബി നമുക്കത് മാനേജബിൾ ആയിരിക്കും. സോ എങ്ങനെയാണ് മാം അത് മാനേജ് ചെയ്തത്? എൻ്റെ ജോലി എന്ന് പറഞ്ഞത് ആസ് യു സെഡ് ഏജീസ് ഓഫീസിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫീൽഡ് ഓഡിറ്റാണ്. എന്ന് വെച്ചാൽ ഞാൻ ഓരോ ഓഫീസുകളിൽ പോയിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. സോ സമയപരിമിതി ഡെഫിനറ്റ്ലി ഉണ്ട്, എനിക്ക് ടൈം കിട്ടുന്നില്ല പഠിക്കാൻ. പക്ഷെ അറ്റ് ദ സെയിം ടൈം എൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ ഓൺ ഫീൽഡ് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടുന്നതാണ്. അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ, ഓരോ ഓഫീസ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ്. സോ ഇപ്പോൾ ഞാനിതിന് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്ന ബുക്കിൽ നിന്നുള്ള നോളജ് അല്ല, എനിക്ക് ആ ഒരു ശരിക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജാണ്. സോ അതിന് എൻ്റെ ജോലി ഒരുപാട് സഹായിച്ചു. ഞാൻ ആലോചിച്ചു എങ്ങനെയാണ് എൻ്റെ ജോലിനെ എൻ്റെ പഠിത്തവുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന്. സോ ഈ ഒരു കാര്യം, അതായത് ചെയ്യുന്ന ആ ഒരു പ്രൊഫഷൻ, അത് ഞാൻ ഈ പഠിക്കുന്ന കാര്യങ്ങളുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിരുന്നു. സോ പഠിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും അത് നല്ല പ്രാക്ടീസ് എനിക്ക് കിട്ടി. ആ ഒരു ഫീൽഡിൽ പോകുന്നത്, ഓഫീസിലിരിക്കുന്ന ജോലിയല്ല, അവിടെ പോകുന്നതും പിന്നെ ഞാൻ അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിക്കും, എല്ലാവരുമായിട്ട് ഞാൻ സംസാരിക്കും. സോ എന്താണ് ശരിക്കുമുള്ള ഇഷ്യൂസ് എന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ത്രൂ കോൺവെർസേഷൻ. അതെനിക്ക് പേപ്പറിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ പോലും എനിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയെങ്കിലും എൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ മാം ഒരു ഹിയറിംഗ് ഡിസബിലിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെ. സോ അങ്ങനെയുള്ളൊരു ഹിയറിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ എനി ഡിസബിലിറ്റിയുള്ള ആൾക്കാർ ഈ ഒരു UPSC ഫീൽഡിലേക്ക് വരുന്നത് ജനറലി കുറവാണ്. സോ നമ്മുടെ സിസ്റ്റം എന്തെങ്കിലും രീതിയിൽ മാറേണ്ടതുണ്ടോ? ഒരു ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാൾ, ഞാൻ അതില്ലാതിരുന്ന സമയവും ഉണ്ടായിരുന്നു, എനിക്കിപ്പോൾ അതുള്ള സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ബേസിക്കലി ഫേസ് ചെയ്യുന്ന, എനിക്ക് എല്ലാ ഡിസബിലിറ്റിയുടെയും കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഹിയറിംഗ്
ചാലഞ്ചസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ ബേസിക്കലി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ക്ലൂഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പിൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ പാർട്ടാകണമെങ്കിൽ നമ്മൾ ഒരാൾ പറയുന്നത് നന്നായി കേൾക്കണം, നമ്മളൊരു അതിന് അതുപോലെ റെസ്പോണ്ട് ചെയ്യണം. സോ അങ്ങനെ ഒരു പരിമിതി ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഐസൊലേഷൻ ഉണ്ട്. നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന വിട്ടുപോകും. സോ ആ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് ഈ ഒരു ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ട് പൊതുവേ ആൾക്കാർ കാണുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു കുറവുണ്ട്, ശരിയാണ്, അങ്ങനെ ഒരു ചെറിയ കുറവുണ്ട്. പക്ഷെ അത് മറികടക്കാനുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പൊ നമുക്കുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമുക്കുണ്ട്. പിന്നെ അതിനുള്ള റൈറ്റ് സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ എല്ലാ രീതിയിലും ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരെല്ലാരും എല്ലാം അച്ചീവ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് കൈയും കാലും ഒക്കെ ഉണ്ട്, കണ്ണും ഒക്കെ നന്നായി കാണാം, ചെവി നന്നായി കേൾക്കാം എന്നും പറഞ്ഞ് നിങ്ങൾ സെറ്റ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ട് വരുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു പരിമിതികളും ഇല്ലല്ലോ. ഇല്ല. എന്നിട്ട് എന്തുകൊണ്ട് കുറച്ച് പരിമിതികളുണ്ട് എന്നാ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് ആ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് അത് ആ സഫർ ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ നിങ്ങളിട്ട് സഫർ ചെയ്യിപ്പിക്കുന്നു? ഒരു ഡിസബിലിറ്റി നമുക്ക് ഉണ്ടാവാനായിട്ട് വലിയ സമയമൊന്നും ഇപ്പൊ വേണ്ടല്ലോ. ഒരു ആക്സിഡന്റ് പോരെ? സോ ആ ഒരു കുറച്ചൊരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ കുറച്ച് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് കൊടുക്കണം. അതിന് അവർക്ക് മുന്നോട്ട് വരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അത് ഒരു പേരന്റിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, അല്ലെങ്കിൽ ആ ഒരാളുടെ തലവിധിയാണ് എന്നും പറഞ്ഞ് അവരെ അങ്ങ് തള്ളിയിടേണ്ടതല്ല. അവർക്കുള്ള സാഹചര്യങ്ങൾ കൊടുക്കണം, അതിനുള്ള സംവിധാനങ്ങൾ അവർക്ക് അർഹപ്പെട്ടതാണെങ്കിൽ അവർക്ക് കിട്ടാനുള്ള കുറെ ആനുകൂല്യങ്ങൾ ഉണ്ടാവാം, അതവരിൽ എത്തിച്ചു കൊടുക്കണം. അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അവരെ അടിച്ചമർത്തുന്നതിന് പകരം അറ്റ്ലീസ്റ്റ് അവരെ കളിയാക്കാതിരിക്കുക, അവർ രണ്ടാം തരം സിറ്റിസൺസ് ആണെന്നുള്ള രീതിയിൽ പെരുമാറാതിരിക്കുക. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സൊസൈറ്റിയിൽ ചേഞ്ചസ് കൊണ്ടുവരാം. അതെ അതെ അതെ. സോ മാമിന് ഈ ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങിൽ അമൃത അക്കാഡമി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി അമൃത അക്കാഡമി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ ഞാനൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ എടുത്ത് ഞാൻ സാറിനോട് പറഞ്ഞ പോലെ ഐ വാസ് നോട്ട് ദാറ്റ് പ്രിപ്പയർഡ്. എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ഇന്റർവ്യൂ എടുക്കാൻ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. അവളുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, എങ്ങനെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിച്ചിട്ട് തന്നെയാണ് ഞാൻ ഓരോ ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പം ഇവിടെ വന്ന ഇന്റർവ്യൂ എടുത്തതിന് ശേഷം അവിടെ കിട്ടിയൊരു ഫീഡ്ബാക്ക് ഉണ്ട്. അതായത് അവസാനം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവറോൾ ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു എന്നാണ് പറഞ്ഞത്. ഒരു ഇഷ്ടപ്പെടും, നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ആ കാൻഡിഡേറ്റിനോടൊരു ഇഷ്ടം തോന്നും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് തന്ന ഫീഡ്ബാക്സ് എങ്ങനെ എൻ്റെ കുറച്ചും കൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം, എങ്ങനെ എൻ്റെ സ്ട്രെങ്തിനെ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യണം, പിന്നെ എൻ്റെ വീക്ക്നെസ് എങ്ങനെ കുറച്ചും കൂടെ മറികടക്കണം എന്നുള്ള ഒരു ഫീഡ്ബാക്ക്. അത് വളരെ ആ പോസിറ്റീവ് ഫീഡ്ബാക്ക് എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തു. ആരെങ്കിലും സംസാരിച്ചാൽ ഇഷ്ടപ്പെടുമല്ലോ എന്നുള്ളൊരു അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ആഫ്റ്റർ സെക്യൂറിംഗ് ദ റാങ്ക് നമ്മുടെ പ്രിപ്പറേഷൻ ജേർണി ഏതെങ്കിലും ഒരു രീതിയിൽ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് മാമിന് തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി എല്ലാ രീതിയിലും എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി നന്നായി എനിക്ക് ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ആൻസർ റൈറ്റിംഗ് എന്ന ആ ഇനിഷ്യലി ഉള്ള ആ ഒരു റാങ്കിങ് സിസ്റ്റത്തിൽ ഞാൻ ഏറ്റവും ബോട്ടം ആയപ്പോഴത്തേക്കും അതെനിക്ക് ഗിവ് അപ്പ് ചെയ്യരുതായിരുന്നു. എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോകണമായിരുന്നു. പിന്നെ എന്നിലുള്ളൊരു വിശ്വാസം അത് എനിക്ക് കിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. ഞാൻ ശ്രമിച്ചു നോക്കാം, പക്ഷെ എനിക്ക് ഇപ്രാവശ്യം എന്തായാലും കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ ആണ് ഞാൻ പോയത്. അപ്പൊ അതെന്റെ പ്രിപ്പറേഷനെ കുറച്ച് ബാധിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു ആ വാശിയിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഏറ്റവും നന്നായി ഉപയോഗിച്ചില്ല ഞാൻ. അതെനിക്ക് ഡെഫിനറ്റ്ലി ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. സോ നമ്മുടെ പ്രിപ്പറേഷനിൽ മാം ഇപ്പം 2008 ഗ്രാജുവേറ്റഡ് ആയി, ദെൻ വർക്ക് ചെയ്തു. സോ ഇത്രയും ഇയേഴ്സിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കാൻ എന്തെങ്കിലും ഒരു മന്ത്ര മാം ഫോളോ ചെയ്യുന്നതുണ്ടാവില്ലേ? സോ നമ്മുടെ പുതിയ ആസ്പിറൻസ് എസ്പെഷ്യലി
നമ്മുടെ ഒരു 2000 ശേഷമൊക്കെ വന്ന ആസ്പിരൻസ് ജനറലി ഇപ്പം നമ്മൾ മെൻറ്ററിങ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഓക്കെ ലീവ് ഇറ്റ് ട്രൈ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അറ്റംപ്റ്റ് എടുത്ത് ഇത് മാറി അടുത്ത കാര്യത്തിലേക്ക് പോവാം എന്നാലോചിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ മാമിന് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് ഈ ഒരു കൊച്ചു കുട്ടികളുടെ ഗ്രൂപ്പിൽ വരുന്നത്. അപ്പം എന്നെക്കാളും 10-15 വയസ്സ് 18 ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജനിച്ച കുട്ടികളുടെ കൂടെയൊക്കെ ആയിരുന്നു ഞാൻ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തത്. 18 ഇയേഴ്സ് 19 ഇയേഴ്സ് ഗ്യാപ്പ് ഒക്കെ ഉള്ളത്. സോ ഡെഫിനറ്റ്ലി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂവിന് കയറിയ ഗ്രൂപ്പ് അല്ല, പക്ഷെ അല്ലാത്ത പഠിക്കുന്ന സാറ് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പ് അവര് ഇതിൽ വരുന്നത് തന്നെ പലരും ഈ പാരൻസിന്റെ ഒരു ആഗ്രഹം നിറവേറ്റാൻ വരുന്നത് പോലെയാണ്. പിന്നെന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ശ്രമിച്ചു നോക്കാം, 2 പ്രാവശ്യം ശ്രമിച്ചു നോക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് വരുന്നത്. സോ എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ഗോൾഡൻ അവസരമാണത്. അതിന് നിങ്ങൾ കുറച്ച് പെർസിവിയറൻസോട് കൂടി അത് എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്തു ആ ഓപ്പർച്യൂണിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. കാര്യം ആ ഒരു പ്രായം, ആ ഒരു ഫ്രഷ് ആയിട്ടിരിക്കുന്ന ആ ഒരു നല്ലൊരു പ്രായം, ആ യൂത്തിന്റെ ഒരു സമയം നമുക്ക് ഇപ്പൊ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ അത് പറയുന്നത്. ആ ഒരു സമയം നമുക്ക് പ്രത്യേകിച്ച് ബേർഡൻസ് ഇല്ല, റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആ ഒരു സമയം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതിന് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ കൊടുക്കുക. 1-2 അറ്റംപ്റ്റ്. ഇപ്പോൾ പലരും 1-2 അറ്റംപ്റ്റ് കൊടുക്കുന്നത് അതിന്റെ പിന്നിൽ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചാൻസിൽ റാങ്ക് കിട്ടി, സെക്കൻഡ് ചാൻസിൽ റാങ്ക് കിട്ടി എന്നൊക്കെ പറയുന്ന അവരുടെ അറ്റംപ്റ്റ് ആയിരുന്നു ഒന്നാമത്തെ വർഷം പലരുടെയും. അതിന് പിന്നിൽ ഒരു 3 വർഷം ചിലപ്പോൾ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, നമ്മളത് അറിയത്തില്ല. പക്ഷെ അവർ പറയുന്നത് അവരുടെ അറ്റംപ്റ്റ് ഫസ്റ്റ് ആണ്. ഞാൻ 3 വർഷം പ്രിപ്പയർ ചെയ്ത് ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റ് എടുക്കുന്നു, എനിക്ക് കിട്ടുന്നു. അപ്പോൾ യെസ്, ആ ഒരു ഡെഫിനറ്റ് ആയിട്ട് നമ്മളിൽ ഒരുപാട് പ്രഷർ ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് ആദ്യമേ എഴുതുന്നു, കിട്ടുന്നില്ല, വീണ്ടും എഴുതുന്നു. അപ്പൊ നമ്മളുടെ അറ്റംപ്റ്റ്സിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. സോ യു ഷുഡ് എപ്പോഴും നമ്മളൊരു കാര്യം ഓർക്കണം, കിട്ടുന്നവർക്കൊന്നും അവരുടെ ജേണി എളുപ്പമല്ലായിരുന്നു. വളരെ വളരെ ദുർഘടം പിടിച്ച ഒരു ജേണിയിൽ കൂടെ തന്നെയാണ് ഈ കിട്ടുന്ന എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ അത് 1 വർഷമോ 2 വർഷമോ ഒക്കെ പോയിട്ട് എനിക്കിത് പറ്റുന്നില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ അതിൽ കുറച്ച് നാളൊന്ന് പിടിച്ചു നിൽക്കുക. ആ ഒരു ബേർഡൻ ഒന്നും ഇല്ലാത്ത ആ ഒരു സമയത്ത് നിങ്ങളുടെ യൂത്തിൽ ബാക്കി എല്ലാം എവറിത്തിങ് വെയിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. മാരേജ്, കുട്ടികൾ എല്ലാം നമുക്ക് സമയമാകുമ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് ആ ഒരു ഇച്ചിരി വെയിറ്റ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും കിട്ടണമെന്നില്ല. ഒരു പ്ലാൻ ബി എന്നുള്ള കാര്യത്തിനെ പറ്റി ആസ്പിരൻസ് ജനറലി ആലോചിക്കാറില്ല. സോ മാം ഒരു ഓൾറെഡി ഗവൺമെന്റ് എംപ്ലോയി ആണ്. സോ അങ്ങനെ ഒരു ബാക്കിംഗ് ഉള്ളത് മാമിന്റെ പ്രിപ്പറേഷനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ സാറിനോട് പറഞ്ഞ പോലെ ഞാൻ തുടങ്ങുമ്പോഴേ എനിക്ക് ജോലിയുണ്ട്, അപ്പോഴേ എനിക്ക് ജോലിയുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ അതൊരു പ്ലാൻ ബി അങ്ങനെയല്ല. ഐ ഹാഡ് ദിസ് ജോബ്. അപ്പോഴേ ആ ഒരു ജോലി പക്ഷെ എന്നെ ഒരുപാട് സഹായിച്ചു ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അറ്റംപ്റ്റ് കൊടുക്കാനെന്ന് വെച്ചാൽ. കാര്യം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജോലിയിൽ നിന്ന് തന്നെ, എൻ്റെ ശമ്പളത്തിൽ നിന്ന് എനിക്ക് ഹെൽപ്പ് അഫോർഡ് ചെയ്യാൻ പറ്റും. എൻ്റെ ബുക്സ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ആരുടെ അടുത്തും ഇന്ന സാധനം വാങ്ങിച്ചു തരണം, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ ഇനി മെറ്റീരിയൽ വേണം എന്നൊന്നും എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് വാങ്ങിക്കാനൊക്കെ പറ്റുന്നത് ബിക്കോസ് ഐ ഹാഡ് മൈ ജോബ്. സോ ആ പ്ലാൻ ബിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഫസ്റ്റ് എനിക്ക് തോന്നുന്നു അതിലെനിക്ക് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ അത്ര അത്യാവശ്യമില്ല എങ്കിൽ നമ്മൾ ആദ്യം നന്നായിട്ടൊരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിൽ കാര്യം 24 hours കൊടുത്താൽ പോലും മതിയാവൂന്ന് എനിക്ക് സംശയമുണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക്. അതിന്റെ സിലബസിന്റെ വാസ്റ്റ്നെസ്സും പിന്നെ പോരാത്തതിന് നമുക്കൊരു ഒപ്പീനിയൻ ഫോം ചെയ്തെടുക്കണമല്ലോ. സോ ആ ഒരു റീഡിങ് ഹാബിറ്റും എല്ലാത്തിനും വേണ്ടി യു നീഡ് ടൈം. അതാണ് മെയിൻ ആയിട്ടുള്ളത്. സോ 1-2 അറ്റംപ്റ്റ് എങ്കിലും നിങ്ങൾ ഫുള്ളായിട്ട് ഇതിലൊന്ന് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിനുശേഷം യു വോണ്ട് എ പ്ലാൻ ബി. യെസ്, നമ്മുടെ ആസ്പിരൻസിന് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി മാമിന്റെ അഭിപ്രായത്തിൽ എന്താണ്? ഏറ്റവും കൂടുതൽ വേണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒന്ന് അനലൈസ് ചെയ്യണം. എന്താണ് അവരുടെ കഴിവുകൾ, എന്താണ് അവരുടെ വീക്ക്നെസ് എന്ന് അവർ ഡെഫിനറ്റ്ലി അനലൈസ് ചെയ്തിരിക്കണം. എന്നിട്ട് വേണം
അവർ ഗിവപ്പ് ചെയ്തതിനെ കുറിച്ചോ വേറെ എന്തെങ്കിലും നെഗറ്റീവ് കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട്. സോ അവരുടെ വിൽ പവർ, അവരുടെ ഡിറ്റർമിനേഷൻ, എല്ലാത്തിനും ഉപരി അവരാരാണെന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായിരിക്കണം. മറ്റുള്ള ഒരാളുടെ ഒപ്പീനിയൻ എന്തോ ആവട്ടെ, ഞാൻ ഇന്നതാണ്, എന്നെക്കൊണ്ടത് പറ്റും എന്ന് ആ ഒരു അവയർനെസ്, ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒന്നിനും നമ്മളെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. സോ മാം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അറ്റംപ്റ്റ് എടുത്തു, നല്ലൊരു റാങ്കിലേക്ക് വന്നു, ആൻഡ് ഹോപ്പ്ഫുള്ളി മാമിനൊരു നല്ല സർവീസ് ആൻഡ് കാഡർ അലോക്കേഷൻ വരുമെന്നാണ് ഞങ്ങളുടെ അമൃത ടീം ആഗ്രഹിക്കുന്നത്. സോ ഓൾ ദി ബെസ്റ്റ് മാം. ആൻഡ് ഓൾസോ മാമിൻ്റെ ജേർണി ഒരു ഇൻസ്പയറിങ് ജേർണിയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നമ്മൾ തിരിച്ചറിഞ്ഞ് നമുക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടായി, നല്ലൊരു ഡിറ്റർമിനേഷൻ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ക്രാക്ക് ദ എക്സാം എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന നിസ മാം. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ്.